അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ്റെ കൂടെ വൈകുന്നേരം പോകും. സ്ഥിരമായിട്ട് പോകാറില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ പോകും. എൻ്റെ ചേട്ടൻ വോളിബോൾ കളിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ നാട്ടിലൊരു ക്ലബ്ബുണ്ട് വോളിബോൾ കളിക്കാൻ, ആ ക്ലബിൽ നിന്നാണ് ഞാൻ വോളിബോൾ പഠിച്ച്. ആ സമയത്ത് ചെറുപ്പകാലത്ത് ചേട്ടൻ അവിടെ കളിക്കാൻ പോയി വരുമ്പോഴേക്കും ഈ പൊട്ടിയ ബോളുണ്ട്, അത് തുന്നാൻ വേണ്ടിയിട്ട് കൊണ്ടുവരും. ചേട്ടൻ അത് സ്റ്റിച്ച് ചെയ്യാൻ നന്നായിട്ട് അറിയാം. അപ്പം വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഞാനതെടുത്ത് കളിക്കുന്ന ചേട്ടൻ കാണും. അങ്ങനെ ഒരു ദിവസം ചേട്ടനാണ് എന്നെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി വൈകുന്നേരം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ്റെ കൂടെ വൈകുന്നേരം പോകും. സ്ഥിരമായിട്ട് പോകാറില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ പോകും. പിന്നെ ഒരു ആറിൽ പഠിക്കുമ്പോഴാണ് സ്ഥിരമായിട്ട് പോകുന്നത്. അപ്പോഴേക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നാൽ ഉടനെ എന്തെങ്കിലും കഴിച്ച് പെട്ടെന്ന് തന്നെ ഗ്രൗണ്ടിലേക്ക് പോകും. അങ്ങനെയാണ് കളി തുടർന്ന് വന്നത്. അതിനുശേഷം 6-7 എല്ലാ ദിവസവും വൈകുന്നേരം രാവിലെയും പോവും വൈകുന്നേരം പോകും കളിക്കാൻ വേണ്ടി. കളി മാത്രമേ ഉള്ളൂ, പ്രാക്ടീസ് ഒന്നുമില്ല. രാവിലെ വൈകിട്ട് കളി മാത്രം. അത് കഴിഞ്ഞ് 7ൽ പഠിച്ചപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മിനി ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ കിട്ടി. അതൊന്നും പിന്നെ ജില്ലാ ടീം തൃശ്ശൂർ കളിക്കാൻ പോയി. അവിടുന്ന് സ്റ്റേറ്റ് ടീമിലേക്ക് സെലക്ഷൻ കിട്ടി. അത് എനിക്കൊരു ഭയങ്കര ഒരു അച്ചീവ്മെൻറ്റ് പോലെ തോന്നി. അപ്പോൾ ഇതിലേക്ക് പിന്നെയും കൂടുതൽ ഇൻട്രസ്റ്റ് ആയി. ഇതിലേക്ക് തന്നെ ഭയങ്കര നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം 9ാം ക്ലാസ്സിൽ വലിയ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിട്ടില്ല. 10ൽ പഠിക്കുമ്പോൾ സബ് ജൂനിയർ നാഷണൽസ് കിട്ടി. 2 വർഷമല്ല, +1 സാറിൻ്റെ കീഴിൽ 1 വർഷം കിട്ടി. അതിനുശേഷം മനോജ് സാറ് സെൻറ്റ് തോമസ് കോളേജ് പാലയിലേക്ക് പോയി. സെൻറ്റ് തോമസ് കോളേജ് പാലയിലേക്ക് പോയി. പിന്നെ +2 പഠിക്കുമ്പോൾ ജേക്കബ് സാറാണ് അടുത്ത കോച്ചായിട്ട് വരുന്നത്. +1നും +2ലും ജൂനിയർ നാഷണൽസ് കളിക്കാൻ പറ്റി. +2 കഴിഞ്ഞപ്പോൾ നിരവധി കോളേജിൽ നിന്ന് അഡ്മിഷന് വേണ്ടിയിട്ട് കോച്ചസ് വിളിക്കാനുണ്ടായി. ഞാൻ എൻ്റെ മനോജ് സാറിൻ്റെ അടുത്ത് തന്നെ അവസാനം ചെയ്യുന്നു. അതിനിടയ്ക്ക് ഞാൻ +2 കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലി വേണം എന്നുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ജോലി വേണം എന്നുള്ളൊരാഗ്രഹം. എങ്ങനെയെങ്കിലും ജോലി കിട്ടിയാൽ മതി എന്നുള്ളൊരു, എവിടെയെങ്കിലും എത്തിപ്പെടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ +2 കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ബാംഗ്ലൂർ AICയുടെ ആർമിയിൽ വന്നു സെലക്ഷൻ ട്രയൽസിന് വേണ്ടിയിട്ട്. 2 ദിവസത്തിനുള്ളിൽ പോകാമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ അവിടെ ഞാനൊരു 2 ആഴ്ചയോളം നിന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ആർമി എന്താണ്, പുറത്തുനിന്നും കാണുന്ന പോലെ ആണോ അല്ലേ എന്നൊക്കെ എനിക്ക് അപ്പം മനസ്സിലായി. കുറച്ച് ഹാർഡാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഹാർഡാണ് അവിടെ നിൽക്കാനായിട്ട്. 2 ആഴ്ച കൊണ്ട് എനിക്ക് മനസ്സിലായി. അങ്ങനെ മനസ്സ് മടുത്തങ്ങ് നിൽക്കുമ്പോൾ പിറ്റേ ദിവസം വൈകുന്നേരം മനോജ് സാർ, ഞാൻ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനോജ് സാറിൻ്റെ കാറ് എനിക്ക് കണ്ടാലും പെട്ടെന്ന് അറിയാം. മനോജ് സാറിൻ്റെ കാറ് അവിടെ വന്ന് നിർത്തി എന്നെ വിളിച്ചു, വാടാ എന്നെ വിളിച്ചു. എന്നെ കാറിൽ കയറ്റി നേരെ വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഇവനെ 2 വർഷം എൻ്റെ അടുത്ത് നിർത്തും. 2 വർഷത്തിനുള്ളിൽ ഞാൻ എവിടെയെങ്കിലും അവന് കേരളത്തിൽ തന്നെ കിട്ടും, അവനതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. സാറങ്ങനെ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു സാറിന് ഇഷ്ടം പോലെ ചെയ്തു, സാറിങ്ങനെ കൊണ്ടുപോയിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡിഗ്രി ഫസ്റ്റ് ഇയർ സെൻറ്റ് തോമസ് കോളേജ് പാലയിലേക്ക് ചെന്നു. സാറിൻ്റെ കൂടെ 2 വർഷം അവിടെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. അതും സെറ്ററായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തു. ഫസ്റ്റ് വർഷം യൂണിവേഴ്സിറ്റി കിട്ടിയില്ല. സെക്കൻഡ് വർഷം MG യൂണിവേഴ്സിറ്റി ടീമിലേക്ക് സെലക്ഷൻ കിട്ടി. അത് ഞങ്ങൾ എത്ര വർഷങ്ങൾക്ക് ശേഷം MG യൂണിവേഴ്സിറ്റി ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ക്വാളിഫൈ ചെയ്തു. അങ്ങനെ ഓൾ ഇന്ത്യ പോയിട്ട് 4th സെമിയിൽ ഔട്ടായി. അങ്ങനെ 2016 ഈ ഇത് നടക്കുന്നത്. 17-18 ഞാൻ ഇവിടെ ചെന്നൈയിൽ വെച്ച് നടന്ന സീനിയർ നാഷണൽസിൽ കൗണ്ടറായിട്ട് തന്നെ ടീമിൽ ഇടം കിട്ടി. അങ്ങനെ ഇവിടെ വന്നിട്ട് 3rd പൊസിഷൻ എത്തി. ആ വർഷം തന്നെ ഫെഡറേഷൻ കപ്പ് അമൃതസറിൽ വെച്ച് നടന്ന ഫെഡറേഷൻ കപ്പിൽ അന്ന് ഗോൾഡ് മെഡലായിരുന്നു. അത് വലിയൊരു അച്ചീവ്മെൻ്റായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. അപ്പം ഇന്ത്യൻ നേവി ആയിട്ടുള്ള കളി ഫൈനൽ അന്ന് കുറച്ച് സർവീസ് അധികം എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അന്ന് മാനേജ്മെൻറ്റ് എന്നോട്, മാനേജ്മെൻറ്റിലെ ആൾക്കാരെന്ന് പറയുന്നത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും, ഇന്നപോലെ പ്രൈം മോഡൽ ലീഗ് വരുന്നുണ്ട്, നമുക്ക് നോക്കാമെന്നൊക്കെ അന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അത്ര കാര്യം ആക്കി എടുത്തില്ല. ഞങ്ങളന്ന് ആ സമയത്ത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പം കൊച്ചി ബ്ലൂ സ്പൈക്കേഴ്സിൻ്റെ ബോബി സീസൺ അദ്ദേഹം കൂടെയായിരുന്നു. പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ എന്നെ ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് അന്ന് കൊച്ചി ടീമിന് ഇടം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു.
പക്ഷെ അദ്ദേഹം ഞാനും കൂടെ അങ്ങനെ ഒരു കാര്യമേ സംസാരിച്ചിട്ടില്ല. അപ്പം ആ സമയത്ത് അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ആയിരിക്കും, ഇതുപോലത്തെ ഒരു ലീഗിലൊക്കെ ചാൻസ് ഇല്ല, വെറുതെ ആയിരിക്കും. അപ്പം രജിസ്റ്റർ ചെയ്യണമല്ലോ. ഫ്രണ്ട്സും എല്ലാവരും ചേട്ടനും എല്ലാവരും പറഞ്ഞു നീ രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്തു. ഓപ്ഷൻ്റെ അന്ന് ഓഫീസിൽ ഇങ്ങനെ ഇരുന്ന് നോക്കുകയാണ്. ഓരോരുത്തരെ പേരെയൊക്കെ വിളിച്ച് അതൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. അവസാനം എൻ്റെ പേര് ഒരാൾ മാത്രം, കൊച്ചി ബ്ലൂ സ്പൈക്കേഴ്സ് മാത്രം പൊക്കി. ഇവരെയൊക്കെ കളി മുന്നേ കണ്ട് മാത്രമേ ഉള്ളൂ, അതിൽ അടുത്ത് പരിചയങ്ങളൊന്നുമില്ല. അങ്ങനെ എല്ലാവരും പരിചയപ്പെട്ട് നല്ലതായിട്ട് മിങ്കിളായി. അതൊരു ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരുന്നു. പിന്നെ അന്ന് കൊച്ചി മാനേജ്മെൻറ്റ് നമുക്ക് തന്നിട്ടുള്ള ഒരു ഫെസിലിറ്റി അത് ഭയങ്കരം തന്നെയായിരുന്നു. എന്ത് വേണമെങ്കിലും അവർ ചെയ്തു തരുമായിരുന്നു. അങ്ങനെ കൊച്ചിക്ക് വേണ്ടി ഹൈദരാബാദിൽ കളിക്കാൻ പറ്റും. കളി നമ്മൾ ഒരു കളി മാത്രമേ അന്ന് ആ സീസണിൽ ജയിക്കാൻ പറ്റുള്ളൂ. അപ്പം ഓരോ കളി കഴിഞ്ഞ് പോകുമ്പോഴും നമുക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം കളിയെല്ലാം തോക്കുന്നു, ഒരു രക്ഷയില്ല, ഭയങ്കര സങ്കടം, ഉറങ്ങാൻ പറ്റുന്നില്ല. കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു കളി ജയിച്ചു. അത് കഴിഞ്ഞ് കളി അത്രയും നമ്മൾ തോറ്റിട്ടും മാനേജ്മെൻറ്റ് നമുക്ക് തിരിച്ച് എല്ലാവരെയും തിരിച്ച് കൊച്ചിയിലേക്ക് വിളിച്ച് പാർട്ടിയൊക്കെ തന്നിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വിട്ടത്. ഡേവിലിയുടെ കീഴിൽ ഉള്ളൊരു പ്രാക്ടീസ് എക്സ്പീരിയൻസ് അത് ഇതുവരെയായിട്ടും എനിക്ക് ലഭിക്കാത്ത, അതായത് ഈ 2 സീസണിന് മുന്നേ ലഭിക്കാത്ത ഒന്നായിരുന്നു. കാരണം നമ്മുടെ A to Z കാര്യങ്ങളൊക്കെ എടുത്ത് അദ്ദേഹം പഠിച്ച് കളിക്ക് വരുന്നതിന് മുന്നേ, അതായത് എന്നെ കാണുന്നതിന് മുന്നേ വന്ന് എനിക്ക് തന്നെ ഹായ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ക്ഷയിക്കാൻ തരുന്നത്. അപ്പം അത്രത്തോളം പുള്ളിക്കാരന് കാര്യങ്ങളൊക്കെ അറിയാം. നമ്മുടെ കളിയൊക്കെ അദ്ദേഹം കണ്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഈ ടീം ട്രെയിനിങ്ങിൻ്റെ കാര്യം എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ പക്കാ ഒരു സിസ്റ്റമായിട്ട് തന്നെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. ഇപ്പം നാളത്തെ പ്രാക്ടീസിൻ്റെ കാര്യം എങ്ങനെയാണ്, നാളെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള തലേ ദിവസം തന്നെ അദ്ദേഹം നമ്മളെ അറിയിക്കും. എന്നിട്ട് അപ്പം നമുക്കൊരു ഐഡിയ ഉണ്ടോ, നാളെ നമ്മൾ ഇതൊക്കെയാണ് ചെയ്യുന്നത്, അപ്പോൾ ഇങ്ങനെ റെഡിയാവുന്നതൊക്കെ നമ്മൾ മാനസികമായിട്ട് ശാരീരികമായിട്ട് നമ്മൾ തയ്യാറായി കഴിയും പിറ്റേ ദിവസമൊക്കെ വേണ്ടി. അത് കഴിഞ്ഞ് ഗ്രൗണ്ടിൽ ചെല്ലും, ലൈനപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ എല്ലാവരും കൂടെ പോയി ബോർഡിൻ്റെ അവിടെ നിന്ന് അദ്ദേഹം പഠിപ്പിച്ചിരുന്നു. ഇന്ന് ഇതാണ് ചെയ്യേണ്ടത്, ഇന്ന് ഇത്ര ചെയ്യണം, ഇത്ര സർവീസ് ചെയ്യണം, എത്ര അറ്റാക്ക് ചെയ്യണം, സൈഡ് ഔട്ട് ഇത്ര ചെയ്യണം, പാസ് റിസപ്ഷൻ ഒക്കെ ചെയ്യണം, ഇങ്ങനെ പറഞ്ഞു തരും. നമ്മളതൊക്കെ ഭംഗിയായിട്ട് തന്നെ ചെയ്യിക്കും. അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അപ്പം നമുക്ക് കോർട്ടിൽ ഇരുന്നിട്ട് അത് പറ്റില്ല, ഉഴപ്പാൻ പറ്റില്ലല്ലോ. അപ്പം അത്രത്തോളം നമ്മളും കൂടെ അതിനേക്കാളും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തു പോകും. കാരണം അദ്ദേഹം അങ്ങനത്തെ ഒരു മനുഷ്യനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സീസൺ പ്രാക്ടീസൊക്കെ കഴിഞ്ഞു. നമ്മൾ സെക്കൻഡ് സീസൺ ബാംഗ്ലൂരിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഗ്രൗണ്ടിൽ ഇപ്പോൾ ഇറങ്ങി. ഹോം ഗ്രൗണ്ടിൽ ഫസ്റ്റ് 2 കളി തോറ്റു. 2 കളി തോറ്റപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര തല കുറിച്ച് ഇങ്ങനെ നടക്കാനേ പറ്റുന്നുള്ളൂ. അപ്പോൾ കോച്ച് പറയുന്നു ഇത് ലീഗാണ്, കുഴപ്പമില്ല, നിങ്ങൾ ഹെഡപ്പ് ചെയ്ത് നടക്കണം, നമുക്ക് ഇനിയും കളി ഇനിയും ജയിക്കും എന്നൊക്കെ പുള്ളിക്കാരെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് പിന്നെ പതുക്കെ ഏറ്റവും താഴെ നിന്ന് നമ്മൾ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുകളിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഹൈദരാബാദിൽ നല്ല കളി, ഹൈദരാബാദ് ടീമായിട്ട് നല്ല കളി കളിക്കുക. സ്റ്റേഡിയം മുഴുവൻ ആൾക്കാരുണ്ടായിരുന്നു, നല്ല കളി കളിച്ചു. പക്ഷേ കളി നമ്മൾ 5 സെറ്റ് തോറ്റു. ഹൈദരാബാദിൽ 2 കളി കളിച്ചു, കൊച്ചിയിൽ നമ്മൾ 2 കളി കളിച്ചു. അങ്ങനെ കൊച്ചിയിൽ നമ്മൾ കളിച്ച കളികളെല്ലാം ജയിച്ചു. ഫൈനലിൽ മാത്രം നമ്മൾ ഫ്ലോപ്പായി പോയി. അപ്പം സെമി കളിച്ച് ജയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷം അത് കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര സന്തോഷമായിരുന്നു അദ്ദേഹം. ആ ഒരു റിസൾട്ട് നമ്മുടെ ടീം ബാംഗ്ലൂർ ടോർപിഡോസ് ടീം ലാസ്റ്റ് സീസൺ നോക്കി അറിയാം, വലിയ വിലപിടിപ്പുള്ള താരങ്ങളൊന്നുമില്ല, വലിയ സ്റ്റാർ പ്ലേയേഴ്സ് ഒന്നുമില്ല. ആകെപ്പാടെ ഒരു പങ്കജ് ഭായ് മാത്രമാണ് വലിയ താരമായിട്ട്. ബാക്കിയുള്ള എല്ലാവരും മീഡിയം ലെവലാണ്. ആ ടീമിനെ വെച്ചിട്ട് അദ്ദേഹം ഞങ്ങളെ ഫൈനൽ വരെ എത്തിച്ചു.